ജിമ്മി, ക്രിസ്റ്റൽ ക്ലിയറായി രാഹുൽ ഗാന്ധിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചോ? ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങൾ എന്തായിരുന്നു? കഴിഞ്ഞ 4 മാസത്തിനിടെ 3ാമത്തെ വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഒന്ന് ഓഗസ്റ്റിലാണ്, മറ്റേത് സെപ്റ്റംബറിലാണ്, ഇപ്പോൾ നവംബറിൽ. ആദ്യത്തെ 2 പത്രസമ്മേളനങ്ങളിൽ രാജ്യം എങ്ങനെ ഞെട്ടിയോ ഈ 3ാമത്തെ പത്രസമ്മേളനം ആകുമ്പോഴേക്കും രാജ്യം ഞെട്ടിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വ്യാപ്തി മാത്രമേ നമുക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. വളരെ വ്യക്തമായി, വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ കർണാടകത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകൾ തകിടം മറിച്ചതെന്നും 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ എങ്ങനെയാണ് BJP കൂട്ടിയതെന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായതാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ വരുമ്പോൾ കർണാടകത്തിലെ തന്നെ അലന്ത് ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നത്, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എങ്ങനെയാണ് 1 ലക്ഷം വോട്ടുകൾ കൂട്ടിയത് എന്നാണെങ്കിൽ BJPയുടേത്, 2ാമത്തെ വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞത്. അന്ന് പ്രതികരിക്കാതിരുന്ന, അന്ന് പുച്ഛിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളതല്ല എൻ്റെ വിഷയം. രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞതിനോട് എങ്ങനെയാണ് രാജ്യത്തെ ഭരണപക്ഷം, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് എന്നുള്ളതാണ് വിഷയം. കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങളിലും പറഞ്ഞ തെളിവുകൾ ഏതെങ്കിലും ഒന്ന് വ്യാജമാണെന്ന് തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ പോയി കൂടുതൽ തെളിവുകൾ പുറത്തിടുകയായിരുന്നു. ഒരു വീട്ടിൽ 40, ചില വീട്ടിൽ 100 വ്യാജമായി. അന്ന് ഏതൊരു മഹാശ്വേത, ഏതൊരു ദേവിയുടെ പേരായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അതെ, അവരുടെ പേര് വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫികൾ. ഇന്ന് ഒരു ബ്രസീലിയൻ മോഡലാണ് 22 വോട്ട് 10 ബൂത്തുകൾ നടത്തിയിരിക്കുന്നത്. വിഷയം ഒരുപോലെ തന്നെയാണ്. ഇത്തവണ പക്ഷേ വ്യാപ്തി കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിയമസഭാ മണ്ഡലവും അത് കഴിഞ്ഞ് അലന്ത് എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചതെങ്കിൽ ഇന്ന് ഒരു സംസ്ഥാനത്തിൽ തന്നെ മൊത്തം വോട്ടുകൾ എങ്ങനെ മറിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. 8ൽ 1 കള്ളവോട്ട് എന്നുള്ളതാണ് പറഞ്ഞത്. 25 ലക്ഷം വോട്ടുകൾ മറിഞ്ഞു. 2 കോടിക്ക് മുകളിൽ ജനസംഖ്യയുണ്ട് ഹരിയാനയിൽ. അതിൽ 8ൽ 1, 25 ലക്ഷം വോട്ടുകൾ മറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം ഹാജരാക്കിയത്. ആദ്യത്തെ 2 വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പറഞ്ഞ, അതിൽ പ്രത്യേകിച്ച് അലന്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. 6000 ചില്ലുവാനം വോട്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു, അത് പിടിക്കപ്പെട്ടു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര വിശദമായിട്ടാണ്, എത്ര വിദഗ്ധമായിട്ടാണ് ഈ കാര്യത്തിൽ വോട്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടി നടന്നത്. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്കൊക്കെയാണ് പെട്ടെന്ന് ആർക്കോ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം, എൻ്റെ വോട്ടൊന്ന് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ വോട്ടുകൾ ക്യാൻസലായി പോവുകയാണ്. ഈ യുക്തി മനസ്സിലാകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് ഉന്നയിച്ച വേറൊരു പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നു. ശരി, ഇതിൽ ഫോളോ അപ്പ് എന്താണ്? കർണാടകത്തിൽ സർക്കാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഇന്ന് ഉത്തരവുണ്ട് കേട്ടോ. അതായത് ഇന്ന് കർണാടകത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്ന് ഇതിൻ്റെ പേരിൽ രൂപീകരിച്ചിരുന്നു. BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സുഭാഷ് ഗുപ്തദാർ ഇന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതായത് അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ പരിശോധന നടത്തുകയാണ്. ഒരു സ്ഥലത്ത് റെയ്ഡ് ചെയ്ത് ഇത് സംബന്ധിച്ച നിരവധി ഫോം 7കൾ, ഈ ഫോം 7 വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ വോട്ട് ക്യാൻസൽ ചെയ്യാനായി കൊടുക്കുന്ന ഫോം, ഉപയോഗിക്കുന്ന ഫോം. അത് 6018 ഇത്തരം ഫോം 7കൾ കണ്ടെടുത്തു. SITയുടെ അന്വേഷണം പോകുന്ന പോക്ക് തന്നെ ഒരു സെൻട്രലൈസ് സ്കീം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അതനുസരിച്ച് ഒരു വോട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 80 രൂപ കിട്ടുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ പരിപാടി നടന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്ത് BJPക്കാർ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വെറുതെ വായുവിലോ വെള്ളത്തിലോ വരച്ച വരയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അന്വേഷണം നടക്കുന്നു, BJP ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കുന്നു, റെയ്ഡുകൾ നടക്കുന്നു, കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സെൻട്രലൈസ് സംവിധാനം അലന്തിലെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി കോടതിയിൽ കേസ് വരട്ടെ, കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്, കോൺഗ്രസ് സർക്കാർ രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ കള്ളമാണെന്ന് പറയുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആരോപണം കളവാണോ എന്ന് ചോദിക്കാം. ശരി, ഇത് വരട്ടെ. പക്ഷേ ഈ 2 വാർത്താ സമ്മേളനങ്ങളും നടന്നു കഴിഞ്ഞ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തൊരു വികലമായിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടിയേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനവും ഉണ്ടായില്ല ഇത് സംബന്ധിച്ച്. ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ എല്ലാം കള്ളം. രാഹുൽ ഗാന്ധിയുടെ 1ാമത്തെ ആരോപണം കള്ളം, 2ാമത്തത് കള്ളം. അതിങ്ങനെ പ്രിൻറ്റഡ് ഫോം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി എത്ര വാർത്താ സമ്മേളനം നടത്തിയാലും ഇതേ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തു വരികയും ചെയ്യും. പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ചോദ്യം. അത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടല്ല. 2018 നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് മുകളിൽ, ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നാൽ സർക്കാരിന് മുകളിൽ അധികാരമുള്ള ഒരു സംവിധാനമാണ്. തൊടാൻ പറ്റില്ല ഒരു സംവിധാനത്തിനും. കോടതിക്ക് പോലും ബുദ്ധിമുട്ടാണ് അതിനകത്തെ അംഗങ്ങളെ പിടിക്കാൻ. അത് നമ്മുടെ നാട്ടിലെ രീതി പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത്. ആദ്യം 1 ആയിരുന്നു, പിന്നീട് അത് 3 ആയി. 2018 എന്താണ് ചെയ്തത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് അതങ്ങെടുത്ത് കളഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെ ഒരു നോമിനിയും പ്രതിപക്ഷ നേതാവും. അപ്പോൾ ശരിയായല്ലോ. 2018 വേറൊരു യുക്തി കൂടി ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവില്ല, കൃത്യമായ ഭൂരിപക്ഷം പ്രതിപക്ഷത്ത് ആർക്കും ഇല്ലായിരുന്നു, പ്രതിപക്ഷ നേതാവില്ല. ചുരുക്കത്തിൽ അപ്പനും ഞാനും സുമതിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്ന് മുതൽ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് ബാക്കിയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് ഓർമ്മയുണ്ടാവും, അശോക് ലവാസ. അശോക് ലവാസയുടെ ഭാര്യയ്ക്കെതിരെ, മകനെതിരെ അന്വേഷണം നടത്തി അയാളെ ഈ രാജ്യത്തിന് പുറത്തേക്ക് മോഴിച്ച ഒരു കഥ ഇന്ത്യ മറന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തായിരുന്നു പ്രശ്നം? 2019 പത്താനിലെ മോദിയുടെ 4 തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോഡ് ഓഫ് കണ്ടക്റ്റിന് എതിരാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പിടിച്ചുവെച്ച ഇന്ത്യൻ എയർഫോഴ്സ് വൈമാനികനെ തിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പ്രവർത്തികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അന്ന് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തയ്യാറായില്ല അശോക് ലവാസ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനു മുമ്പ് ലിങ്തോയെ എങ്ങനെയാണ് ഓടിച്ചത്? അയാളുടെ മതം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ലിങ്തോയ്ക്കെതിരെ വിമർശനം ഉണ്ടായത്. ചുരുക്കത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വേട്ടയാടുന്നതിൽ സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ സംശയാസ്പദമാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂപീകരിച്ച് വെച്ചിട്ട് അവരുടെ വേണ്ടപ്പെട്ട ആളെ വെച്ചിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. ഇനിയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളോട് ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഒരു അന്വേഷണം, പേരിനെങ്കിലും ഒരു അന്വേഷണം. രാഹുൽ ഗാന്ധി പോട്ടെ, രാഹുൽ ഗാന്ധിയുടെ അലൻ ഫയൽസ് 2ാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം കർണാടകത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പോയി ഓരോ തെളിവുകളും ആരോപണങ്ങളും ശരിയാണെന്ന് പറഞ്ഞതല്ലേ? വീടുകൾ കണ്ടുപിടിച്ചതല്ലേ? അഡ്രസ്സുകൾ കണ്ടുപിടിച്ചതല്ലേ? 10-ൽ കൂടുതൽ വോട്ട് ഒരു വീട്ടിലുണ്ട് എന്ന് മനസ്സിലായാൽ അത് ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത് വ്യക്തമായ ചട്ടമാണ്. ഇപ്പോൾ ഇത്തവണ നമുക്ക് വന്നത് 200-250 വോട്ട് BJPയുടെ ഒരു നേതാവിൻ്റെ അഡ്രസ്സിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു വീട്ടിൽ പല തവണയായി വാടകക്കാർ വന്ന് പോയിട്ടുണ്ടാവും. 200 പേർ വാടകക്കാർ മാറി വരുന്ന വീടുണ്ടല്ലോ, അത്ഭുത വീടാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നു, അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്താണ് എൻ്റെ ഇവിടെ പ്രശ്നം. രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നതേയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പ്രതികരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഇതുവരെ അത് അന്വേഷിക്കാൻ തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി എന്ത് വാദം പറഞ്ഞാലും, ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് കളവാണെന്ന് തന്നെ ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ജനം വിശ്വസിക്കില്ല. കാരണം ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്നത് പോലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർന്നു പോയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കമ്മീഷനെതിരെ ആരെന്ത് പറഞ്ഞാലും അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ സർക്കാരിന് വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. Meet the editors.